ശ്രീമതി സോണിയ മൽഹാർ പരാതികളിൽ ഇന്ന് മൊഴിയെടുക്കുകയാണല്ലോ ഉണ്ടായത്. മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. എത്രമാത്രം താങ്കൾക്ക് ഈ ഉന്നയിച്ച കാര്യങ്ങൾ, പുറത്തുന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായി? എങ്ങനെയുള്ള സമീപനമായിരുന്നു പോലീസ് സംഘത്തിൻ്റേത്? എനിക്ക് ആക്ച്വലി ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ഞാനൊരു പ്രത്യേക കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് ഞാൻ പറയുന്നതനുസരിച്ച് അവര് മറ്റു നടപടികളിലേക്ക് പോകും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ മാത്രമാണ്. അതായത് താങ്കളുടെ പരാതി വിശദമായിട്ട് അവരുടെ മുന്നിലുണ്ട്, പോലീസ് സംഘത്തിന്റെ മുന്നിലുണ്ട്. അത് താങ്കൾ ഇമെയിൽ വഴി അയച്ചു കൊടുത്തതാണ് അല്ലേ? പരാതിയിൽ താങ്കൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ പോലീസ് ചോദിച്ചിട്ടുള്ളത്. അതിപ്പോ ചോദിച്ചിട്ടില്ല. കാര്യം അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവർക്ക് അതിനകത്ത് ഡൗട്ട്സ് ഒന്നുമില്ല. അവര് ഒരു വിശദമായ ചർച്ചയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഹാജരാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ താങ്കൾ വെളിയിൽ കഴിഞ്ഞ ദിവസം അതിനേക്കാളും ഗുരുതരമായ ഇഷ്യൂസ് അല്ല, താങ്കൾ പറഞ്ഞതും ഗുരുതരമായ ഇഷ്യൂസ് തന്നെയാണല്ലോ. താങ്കൾക്കുണ്ടായ ദുരനുഭവത്തെക്കാൾ ഈ സിനിമാ മേഖലയിൽ മറ്റുള്ളവർക്ക് കൂടി ഉള്ള പ്രശ്നങ്ങളിൽ അതുകൂടി ഉന്നയിച്ചിരുന്നുവല്ലോ അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ വിഷയം റൈസ് ചെയ്യാമെന്ന് പറഞ്ഞത് അത് ഒരു മാധ്യമം ചോദിച്ചത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ആണ് ആദ്യമായിട്ട് നമ്മളുടെ വിഷയം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ മീഡിയയിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷയം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞത് എനിക്കും ഇതുപോലെ 2013 ഒരു പ്രമുഖ നടനിൽ വെച്ച് തൊടുപുഴ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ അത് സാഹചര്യത്താൽ ആ കാര്യം പറഞ്ഞപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള മീഡിയ ആ വിഷയം റൈസ് ചെയ്യുകയും ഞാൻ അതിന് ഒപ്പം നിൽക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ആരോപണം, എന്തെല്ലാം ഞാൻ കേട്ടു, ആരോപണം വെറുതെ വന്ന് പറയുന്നതാണ്, മീഡിയ അറ്റൻഷന് പറയുന്നതാണ്. അതൊന്നുമല്ല. ആക്ച്വലി 10-11 വർഷമായിട്ട് എനിക്ക് നേരിട്ട് നമ്മളെ ആക്രമിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം എന്റെ ഈ സംസാരം അറിയാലോ, മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയും. കൂടെ കിടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല ചേട്ടാ, എനിക്ക് അങ്ങനെയുള്ള പൈസ വേണ്ട, അഭിനയിക്കുന്നതിന് മാത്രം തന്നാൽ മതി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം മലയാള സിനിമയെന്ന് ആർക്കും എന്നെ അറിയത്തില്ല. ഈ വലിയ സംവിധായകർക്കും ആർക്കും എന്നെ അറിയത്തില്ല. പുതിയ കുറച്ച് ആളുകളുടെ ആർട്ടുപടങ്ങളിൽ ഒതുക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ടുവന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് തിരുത്തണം. ആരോടെ പറയാനുള്ള ധൈര്യമില്ല. ഞാൻ അമ്മയിലും ഈ WCCO ഒരു സിനിമാ സംഘടനകളിലും ഞാനില്ല. ഞാൻ ആരടുത്താ ചെന്ന് പറയുക, ഇതൊന്നും പബ്ലിക്കായിട്ട് പറയാനുള്ള മാനസിക വിഷമം പോലും ആസ് എ സോഷ്യൽ വർക്കർ എനിക്കുണ്ട്. ഞാൻ സിനിമയിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുക, ഫേസ് ചെയ്യുക, ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയാം. മനസ്സുകൊണ്ട് തകർന്നിട്ടുണ്ട്. ഇതൊന്നും പറയാൻ പറ്റാതെ എങ്ങനെ ചത്തുപോയാണ്ടല്ല ഞാനൊക്കെ അതിന്റെ ആത്മാവിന് പോലും ഗതി കിട്ടൂലായിരുന്നു. അപ്പോൾ ന്യൂസ് 18 ആ ചർച്ചയിൽ നിങ്ങളത് ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറയാൻ പറ്റുമോ? എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം എക്സാക്ട്ലി പെട്ടെന്ന് ഓർമ്മ വന്നതും ആദ്യത്തെ അനുഭവം അതായത് കൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ തുടങ്ങിയത്. ആ ഇഷ്യൂ ഒരു താരത്തിന്റെ പേര് പറഞ്ഞത് കൊണ്ട് തന്നെ അത് ഞാൻ വെറുതെ വന്നിരുന്ന് പറഞ്ഞതാണോ എന്നൊരു സംഭവമായിരുന്നു എല്ലാവർക്കും ഉള്ള സംശയം. അത് മാറിക്കിട്ടിയല്ലോ. ഞാൻ കേസ് കൊടുത്തത് ധൈര്യത്തിൽ 13 വർഷമല്ല 15 വർഷം കഴിഞ്ഞാലും സംഭവം നടന്നത് കറക്റ്റാണ്, ആള് കറക്റ്റാണ്, ഏരിയ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഞാൻ സ്വബോധമുള്ള കാലത്തോളം അതെല്ലാം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. പക്ഷെ ആരുമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇറങ്ങാതെ ഇപ്പൊ വന്നു എന്ന് ചോദിച്ചാല് ആ സമയത്ത് അപ്പൊ തന്നെ ആ സ്പോട്ടിലാണ് ഞാൻ റിയാക്ട് ചെയ്തത്. മണിക്കൂറുകളും ദിവസങ്ങളൊന്നും എടുത്തില്ല. ആ സ്പോട്ടിൽ പിടിച്ച് തള്ളിയപ്പം ഞാൻ കരഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കത്തില്ല. എനിക്ക് കണ്ടപ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതായി കയറി ഹഗ് ചെയ്ത് പോയതാണ്. ഇതൊരു വിഷയമാക്കരുത്, ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഒരു ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞ് അത് കഴിഞ്ഞു. പിന്നീട് പല കാര്യങ്ങൾക്കും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ റെസ്പെക്ട് ഞാൻ ചോദിച്ചു മേടിച്ച റെസ്പെക്റ്റാണ്. അത് ഇതുവരെയും കീപ്പ് ചെയ്തിരുന്നു. ഒരു കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ബാക്ക് വരെയും ഇപ്പോഴും കോണ്ടാക്റ്റിൽ ഉള്ള ആള് തന്നെയാണ്. പക്ഷെ 1 ഇയർ മുമ്പ് വരെ എനിക്ക് തോന്നുന്നത് ചാറ്റോ അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ, അല്ലാതെ ഒരു ഫ്രീക്വന്റ് കോണ്ടാക്റ്റോ അങ്ങനെയൊന്നുമല്ല. ആ മനുഷ്യനോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു ഗ്രഡ്ജും ഇപ്പോഴും ഇല്ല. പക്ഷെ ചെയ്തു പോയ തെറ്റ്
നമ്മളെ നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഒരു ടച്ച് പോലും ചെയ്യാൻ പാടില്ലാത്ത, അപ്പൊ അത് ചെയ്തു പോയത് കൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് എവിടെയും പറയും. അത് എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു വരുന്ന മാധ്യമങ്ങളോട്, എന്റെ കുടുംബത്ത് നമ്മുടെ സഹോദരങ്ങളായാലും അച്ഛനായാലും ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്ത് വീണ്ടും വീണ്ടും വിഷയം വരുമ്പോൾ നമ്മൾ പഴയ കാര്യം വീട്ടിൽ പറയത്തില്ലേ, കുടുംബത്ത് പറയത്തില്ലേ, അച്ഛൻ നിങ്ങൾ അന്ന് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ അന്നത്തെ ദിവസം. അതേ ടോക്ക് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. ആ ഒരു ആളുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് നടന്ന സംഭവം ഒളിച്ചു വെച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണം തട്ടാനോ അല്ലെങ്കിൽ അതിനോ അങ്ങനെയൊന്നുള്ള ആളെ അല്ല. ഇപ്പോൾ രണ്ട് സംഘടനകൾക്കുള്ളിൽ തമ്മിലടി നടക്കുകയാണ്, രണ്ട് പ്രബല സംഘടനകൾക്കുള്ളിൽ. ആരോപണം ഒരു സംഘടനയിലും അടിയൊന്നുമില്ല. മനസ്സിലായി. നാണക്കേടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ. അല്ല, ഇപ്പൊ ഈ രണ്ട് സംഘടനകൾ, ആർട്ടിസ്റ്റ് സംഘടനയും ടെക്നീഷ്യന്മാരുടെ സംഘടനയും തമ്മിൽ അടിയുടെ ആവശ്യമില്ല. ഇത്തരമൊരു അലിഗേഷൻ വരുമ്പോ അത് കൃത്യമായിട്ട് മീഡിയ അഡ്രസ് ചെയ്തുകൊണ്ട് നട്ടലോടെ വന്നിട്ട് പറയണം. അല്ലെങ്കിൽ അലിഗേഷൻ ആരൊക്കെ ഉന്നയിച്ചോ അവരെ മാറ്റി നിർത്തണം. രാജി എന്ന് പറയുന്നത് ഇത് ഒരു വീട്ടിനകത്ത് ഒരു പ്രശ്നം വന്നാൽ ആ വീട് മൊത്തത്തിൽ കത്തിച്ചിട്ട് പോവാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരു ഇഷ്യൂ റൈസ് ചെയ്തു. നിങ്ങൾ തന്നെ പലരും പറയുന്നുണ്ട് ആരോപണമാണ്, വെറുതെ പറയുന്നു, ആർക്ക് വേണമെന്ന് പറയാം, പരാതി പറയാം, അത് തെളിയിക്കണം, എവിഡൻസ് വേണം. ഇപ്പൊ റേപ്പ് ചെയ്യാൻ പോണ പെണ്ണ് ഒരു ക്യാമറയും കൊണ്ട് സ്വന്തമായിട്ട് പോയി അതെല്ലാം ഷൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പറയുന്നത് സംഘടനകൾ തമ്മിൽ അടിയുടെ ആവശ്യമില്ല. നിങ്ങളൊക്കെ എന്താണ്, എനിക്ക് നിങ്ങളോടൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ആർട്ടിസ്റ്റിന്റെ സംഘടന അമ്മ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എന്തോരം ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പാവങ്ങളുടെ മാനത്തിന് വില പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ദാനം ധർമ്മം ചെയ്യാനുള്ളത്. അപ്പൊ ഈ തെറ്റ് നമ്മൾ സ്വയം സമ്മതിക്കുകയും നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, മീഡിയ അഡ്രസ് ചെയ്യണം. അപ്പൊ തലവൻ ഉൾപ്പെടെ എല്ലാവരും ഒളിച്ചു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് നാഷണൽ ചാനലിലൊക്കെ ചോദിച്ചു വൈ എസ്കേപ്പിംഗ് മോഹൻലാൽ. ഞാൻ എന്താ പറയേണ്ടത്? നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ വേറെ ആളുകളെ പേര് പറഞ്ഞ് എന്റെ സംഘടനാ ഭാരവാഹികളുടെ പേര് പറഞ്ഞ് ചോദിച്ചു. ഞാൻ ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളെ അല്ല. എന്നാൽ പോലും നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് തന്നെ പലർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. അതെങ്കിലും സമ്മതിച്ചാൽ മതിയായിരുന്നു. ഏതോ ചാനൽ പറഞ്ഞതുപോലെ സ്വയം ആർട്ടിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ പോലും നമുക്കിത് പറയുമ്പോൾ വിഷമമുണ്ട്. നിങ്ങൾ തമ്മിലടിക്കുകയോ സിനിമയെ ഭിന്നിപ്പിക്കുകയോ ഒന്നുമല്ല വേണ്ടത്. ഇഷ്യൂ വരുമ്പം നട്ടലോടെ നമ്മളൊരു പെണ്ണാണ്, ആരുമില്ലാത്തൊരു പെണ്ണായിട്ട് കൂടി ഞാൻ ഈ അഡ്രസ് ചെയ്യുന്നത് എന്റെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരുടെ മാനം കുറെ നാളായിട്ട് എവിടെയൊക്കെ ബലി കഴിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിൽ സംഘടനകളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഊമക്കത്തഴിച്ച് കളിക്കാതെ നിങ്ങളൊക്കെ അഡ്രസ് ചെയ്യണം, വന്നിരുന്ന് പറയണം, സാർ ഞങ്ങളുടെ പ്രശ്നമുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇവിടെ വിഷയമുണ്ട്, ഞങ്ങളത് തിരുത്തും, ഞങ്ങളതിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, മുഖം നോക്കാതെ നടപടിയെടുക്കും. അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ താരമൂല്യങ്ങളോ ഒന്നും ഇടാതെ ഏതെങ്കിലും ഇഷ്യൂസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർജവത്തോടെ നമ്മുടെ കേരളത്തിലെ മീഡിയയെങ്കിലും അഡ്രസ് ചെയ്യണ്ടേ? നാണക്കേടല്ലേ? പുറത്ത് ഓരോ സ്ഥലത്തുള്ള ആളുകൾ ചോദിക്കുന്നത് നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഞാൻ അതിന്റെ ഭാഗം അല്ലെങ്കിൽ കൂടി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഘടനയാണ്. എന്തോരം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, വലിയ വലിയ ഷോകൾ ചെയ്യണം. നമ്മളൊക്കെ ഇങ്ങനെ ടി വിയിൽ നോക്കിയിരിക്കും, നമ്മൾ അമ്മയിലെ മെമ്പറല്ല. എന്നാൽ പോലും ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളെല്ലാം അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമായിരുന്നു, ആരാധിച്ചിരുന്നു. പക്ഷേ ഓരോ അലിഗേഷൻ വരുമ്പോഴും നിങ്ങൾ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നു. ടെക്നീഷ്യനെ ആർട്ടിസ്റ്റിനെ കണ്ടുകൂടാ, ആർട്ടിസ്റ്റിന്റെ സംഘടനയ്ക്ക് വേറുള്ള ആളുകളെ കണ്ടുകൂടാ. ഇതെല്ലാം കൂടെ ടെക്നീഷ്യന്മാർ വേറെ സംഘടന ഉണ്ടാക്കിക്കോട്ടെ, കുഴപ്പമില്ല. എന്തുകൊണ്ട് ഒരു യൂണിറ്റി ആയിട്ട് പെണ്ണുങ്ങൾ പോയിട്ട് വേറെ കുറെ സംഘടന ഉണ്ടാക്കുന്നു, ആണുങ്ങൾ പോയിട്ട് വേറെ കുറെ സംഘടന ഉണ്ടാക്കുന്നു, കുറെ പേര് ആണും പെണ്ണുമായിട്ട് നിന്നൊരു സംഘടന ഉണ്ടാക്കുന്നു, തമ്മിലടിക്കുന്നു. ഏവനെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ആ പറയുന്നവർ അത്രയും ചീത്ത പെണ്ണുങ്ങളും ഈ ബാക്കിയുള്ളവരെല്ലാം നല്ല പക്ക ഡീസന്റ് ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊക്കെ ഉള്ള ആൾക്കാരും എല്ലാവരും കുറ്റക്കാരോ തെറ്റുകാരോ ഒന്നുമല്ല. എത്ര നല്ല മനുഷ്യന്മാരെ സിനിമാ മേഖലയിൽ കണ്ടിട്ടുണ്ട്. 11 വർഷം മുമ്പ് കണ്ട പലരെയും ഇപ്പോഴും ചങ്കിൽ വെച്ചിട്ടുണ്ട്. അവരാ മാന്യത വിടാത്തത് കൊണ്ട്. ചിലവരെ കണ്ട നമ്മളും തിരിഞ്ഞു പോവും, വൃത്തികേട് കാണിക്കുന്നത് കൊണ്ട്. ഈ പെണ്ണുങ്ങളെ പിച്ചിക്കീറുന്ന പരിപാടിയൊക്കെ എല്ലാരും സൈഡിൽ കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടുപേര് ഇഷ്ടപ്പെട്ടു പോയി ചെയ്യണേനൊന്നും നമുക്ക് വിഷയങ്ങളൊന്നുമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കല്, 18 വയസ്സ് കഴിയാത്ത പിള്ളേരെ കിട്ടുമെന്ന് ചോദിക്കല്, അതിന്റെ അമ്മയെ കിട്ടുമെന്ന് ചോദിക്കല് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മീഡിയയുടെ മുമ്പിൽ എനിക്ക് അറിയത്തില്ല ഞാൻ കാണുന്ന വിഷമങ്ങൾ കൊണ്ടാണ്
അഡ്രസ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയപ്പോ അത് പറഞ്ഞത്. എന്നാൽ 11 വർഷം മുമ്പ് നിനക്ക് നടന്ന സാധനത്തിന് നീ അന്ന് കേസ് കൊടുക്കാത്ത എന്തെന്ന് ചോദിക്കുന്നതല്ല. അന്ന് എന്നോട് മാപ്പ് പറഞ്ഞ ആ വിഷയം അവിടെ ക്ലോസ് ചെയ്ത് ഇപ്പം ഓരോരുത്തർ വന്നിട്ട് പറയുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല, നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ പ്യുവറാണ്, 100% അതിനകത്ത് ഒരു വിഷയമില്ല, നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് വരുന്നു. ഏറ്റവും നാണക്കേട് തോന്നിയത് അന്യഭാഷ നടി ഇവിടെ വന്നപ്പോ അവളെയും കയറി പിടിക്കാൻ ചെന്നിരിക്കുന്നു, വള എണ്ണുന്നു. ഇതൊക്കെ അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്കറിയില്ല, രഞ്ജിത്ത് സാർ തെളിയിക്കേണ്ടതാണ് അത്. അപ്പോ നമ്മളെ അപമാനപ്പെടുകയാണ് കേരള സമൂഹം, കേരള സിനിമ ശ്രീമതി സോണിയ മൽഹർ, ഇപ്പോൾ ഡോക്ടർ ശിവാനി ഭായ് കൂടിയുണ്ട്. ഡോക്ടർ ശിവാനി ഭായ് കൂടിയുണ്ട്. താങ്കളുടെ കാര്യങ്ങൾ അറിയാം സോണിയ മൽഹർ. താങ്കൾ വിശദമായി തന്നെ ആ പരാതി കൊടുത്തിട്ടുമുണ്ട്. മൊഴിയെടുക്കുമ്പോഴും താങ്കൾ ആ കാര്യം തന്നെ പറയുമെന്ന് താങ്കൾ രാവിലെയും പറഞ്ഞതാണ്. ഡോക്ടർ ശിവാനി ഭായ്, ഇപ്പോഴും ഈ പരാതി കൊടുത്തതിന് ശേഷവും 100%